ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈസി ആയിട്ട് ബാനർ തംബ്നെയിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഗൈസ്, ഈ കാണുന്ന സൈറ്റാണ് നമുക്കപ്പോൾ ബാനറും തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യുന്ന സൈറ്റ്. അപ്പോൾ ഈ കാണുന്ന സൈറ്റ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വന്നത്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് ഈ പൊക്കത്ത് കാണുന്ന ലോഗിൻ ബട്ടണിൽ നോക്കിയിട്ട് ജിമെയിലായിട്ടോ വേറെ നിങ്ങളായിട്ട് കണക്ട് ചെയ്താൽ മാത്രം നമുക്കിത് ലോഗിൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ കുറേ ബാനറുകൾ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ബാനർ എങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയയിൽ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാനർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ആയിരിക്കും വന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പല മോഡലായിട്ട് നമുക്കതിൽ കാണിക്കണുണ്ടാവും. നമുക്ക് വേറെ ഇഷ്ടമുള്ള മോഡൽ നമുക്കപ്പോൾ തിരഞ്ഞെടുത്ത് ചെയ്യാമെന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഡിസൈനിൽ ചെയ്യേണ്ടത് നമുക്ക് ടെസ്റ്റും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകണം ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഈ പിക്ക് മാറ്റിയിട്ട് നമ്മുടെ പിക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അതിനായി നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ നോക്കിയിട്ട് ഡിലീറ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫ്രെയിം ആയിരിക്കും വരുന്നത്. അതൊന്നുകൂടി ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് അവിടെ നിന്ന് പോകുന്നതാണ്. അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റും കാര്യമൊക്കെ ഇമേജ് ഡിലീറ്റ് ചെയ്ത പോലെ തന്നെ ടെസ്റ്റും കാര്യമൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ രീതിക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആ ടെസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റും കാര്യമൊക്കെ കുറച്ച് മോഡലാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നതാണ്. സെറ്റ് ചെയ്തത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ പൊക്കത്തെ ഡൗൺലോഡ് ചിഹ്നത്തിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാനർ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഈ സൈറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് തംബ്നെയിലും കൂടി സെറ്റ് ചെയ്യണം എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ സെർച്ച് ബട്ടണിൽ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തംബ്നെയിൽ നമുക്ക് ബാനർ പോലെ തംബ്നെയിലും കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ബാനർ നേരത്തെ സെറ്റ് ചെയ്തതുപോലെ ഇത് നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗോ ആണ്. ലോഗോയും ഇതുപോലെ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.